ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് നമ്മുടെ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ ഇനിയുമുള്ള മുന്നോട്ടുള്ള കാലഘട്ടങ്ങളിലും ഈ ഒരു മേഖലയിലെ വലിയൊരു സമ്മർദ്ദം ഇന്ത്യക്ക് ഉണ്ടാകും തീർച്ചയായിട്ടും. കാരണം അയൽരാജ്യങ്ങൾ എന്ന് പറയുന്ന ചൈനയും പാകിസ്ഥാനും നമുക്ക് തീർച്ചയായിട്ടും സൗഹൃദപരമായിട്ടൊരു അന്തരീക്ഷം നൽകത്തില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതുകൊണ്ട് ഇന്ത്യ പോലുള്ള രാജ്യത്തിന് തീർച്ചയായിട്ടും നമ്മളുടെ പ്രതിരോധ മേഖലയിൽ കൂടുതൽ കൂടുതൽ എന്താണ് പറയുന്നത്, നമുക്കതിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമായി മാറിക്കൊണ്ടിരിക്കുന്നത്. പണ്ടാണെങ്കിൽ നമുക്കൊരു വൺ ഫ്രണ്ട്, ഏകമുഖ അല്ലെങ്കിൽ ഒരു യുദ്ധമുഖം മാത്രം ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്ന ആ ഒരു സെനാറിയോ മാറിയിട്ട് ഇപ്പോൾ നമ്മൾ ഒരുപക്ഷെ ടു ഫ്രണ്ട് വാറ്, ബംഗ്ലാദേശുമായിട്ടുള്ള നമ്മളുടെ റിലേഷൻസ് വളരെ മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ ചൈനയും പാകിസ്ഥാനും ബംഗ്ലാദേശിനെ ഇന്ത്യക്ക് എതിരാക്കുവാനും അങ്ങനെ ഒരു ത്രീ ഫ്രണ്ട് വാർ എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു യാഥാർത്ഥ്യത്തിന്റെ വെളിച്ചത്തിൽ അല്ലെങ്കിൽ അടിസ്ഥാനത്തിലാണ് നമ്മൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ പ്രതിരോധ സൈനിക ശക്തിയെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ആവശ്യമായി വന്നിരിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ അധികാരത്തിലുള്ള ഗവൺമെന്റുകൾ, കാലാകാലങ്ങളിലുള്ള ഗവൺമെന്റുകൾ തീർച്ചയായിട്ടും സൈനിക പ്രതിരോധ മേഖലയ്ക്ക് കൂടുതൽ ഫണ്ടിങ് അല്ലെങ്കിൽ അതിനുവേണ്ടി കൂടുതൽ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്, സ്പെൻഡ് ചെയ്യുക എന്ന് മാത്രം ചുമ്മാ സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഏറ്റവും മെച്ചപ്പെട്ട ആയുധങ്ങളും അത്യാധുനികമായിട്ടുള്ള പിന്നെ ആയുധ സംവിധാനങ്ങളും ഒക്കെ തന്നെ നമ്മുടെ മിലിറ്ററിയെ, സൈന്യത്തെ കൂടുതൽ മോഡേണൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ ലക്ഷ്യത്തോടു കൂടി ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ സേനയ്ക്ക് എത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സേനയ്ക്ക് ലഭ്യമാക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പം അതിനുവേണ്ടി പൈസ മുടക്കിയാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് സാധ്യമാകത്തുള്ളൂ. നമുക്കറിയാം, ഇന്ത്യ പോലുള്ള രാജ്യത്തിന് വാരിക്കോരി നമുക്ക് മറ്റ് പല ഇപ്പോഴും നമ്മുടെ അടിസ്ഥാന മേഖലകളൊക്കെ തന്നെ നമ്മൾ ഒത്തിരി മാറ്റങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണെങ്കിൽ തന്നെയും സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ തന്നെ ഇനിയും നമുക്ക് വളരെ മുന്നേറാനുണ്ട് എന്നുള്ള രാജ്യം ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മളുടെ സാമൂഹിക സാമ്പത്തിക മേഖലകളൊക്കെ തന്നെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളെ പരിഗണിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനോടൊപ്പം തന്നെ നമ്മളുടെ സൈനിക മേഖലയും തീർച്ചയായിട്ടും നമുക്ക് അവഗണിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ സംസാരിക്കുന്നത്. അതായത് 2025 ഇന്ത്യ ലോകത്തിലെ ഏറ്റവും 5ാമത്തെ സൈനിക ചെലവ് വഹിക്കുന്ന അല്ലെങ്കിൽ സൈന്യത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ള രാജ്യമായിട്ട് മാറി എന്നുള്ള റിപ്പോർട്ടാണ്. 5th ലാർജസ്റ്റ് ഡിഫൻസ് സ്പെൻഡർ എന്ന് വെച്ചാൽ ലോകത്തിലെ 5ാമത്തെ ഏറ്റവും സൈന്യത്തിന് വേണ്ടി ചെലവഴിക്കുന്ന രാജ്യമായിട്ട് 2025 ഇന്ത്യ ആയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെയുള്ള പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ ഈ സിപ്രി അല്ലെങ്കിൽ SIPRI എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അതിൻ്റെ പേര്. ഇത് സ്വീഡനിലുള്ള ഒരു സ്റ്റോക്ക്ഹോം ബേസ്ഡ് ആയിട്ടുള്ള ഒരു അന്താരാഷ്ട്ര ഗ്ലോബലി വളരെ എന്താണ് പറയുന്നത് പോപ്പുലർ ആയിട്ടുള്ള ഈ പറഞ്ഞ സൈനികപരമായിട്ടുള്ള മേഖലകളെ കുറിച്ച് റിസർച്ച് നടത്തുകയും റിപ്പോർട്ടുകളൊക്കെ തന്നെ തയ്യാറാക്കുകയും ചെയ്യുന്നൊരു നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ്. അപ്പോൾ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2025 റിപ്പോർട്ട് ലോക രാജ്യങ്ങളെക്കുറിച്ചുള്ള ലോക രാജ്യങ്ങളുടെ മിലിറ്ററി സൈനികപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടിലാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ 5ാമത്തെ ഏറ്റവും വലിയ ഡിഫൻസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന രാജ്യമായിട്ട് മാറിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഡിഫൻസ് ബജറ്റ് ഏകദേശം 8.9% ഇൻക്രീസ് ചെയ്ത് $92.1 ബില്യൺ ആയിട്ടുണ്ട് എന്നാണ് അത് പറയുന്നത്, റിപ്പോർട്ട് പറയുന്നത്. അപ്പൊ ഇത് അവരെ എല്ലാ രാജ്യങ്ങളെക്കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള പഠനങ്ങളും റിപ്പോർട്ടുകളും എല്ലാ വർഷവും നമുക്ക് ഇവരിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഇന്ത്യ ഏകദേശം $92.1 ബില്യൺ. നമുക്കറിയാം, പാകിസ്ഥാനായിട്ടുള്ള ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം തന്നെ നമ്മൾ പ്രത്യേകിച്ച് കഴിഞ്ഞ ബജറ്റിൽ ഏകദേശം 10-15% വർധനവും ഡിഫൻസിന് വേണ്ടി ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതുപോലുള്ള ലാർജർ സ്പെൻഡിങ് വളരെ അത്യാവശ്യമായിട്ട് വരുമെന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അതിനല്ല ഇപ്പോഴത്തെ ഇറാൻ ഇസ്രായേൽ വാറ് നമ്മളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും
നമ്മളേത് മാത്രമല്ല പ്രധാനപ്പെട്ട രാജ്യങ്ങളെയൊക്കെ തന്നെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ളൊരു എന്താണ് പറയുന്നത് ഒരു പാഠം കൂടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ തന്നെ കൂടുതലായിട്ടുള്ള ഈ സൈനികരമായിട്ടുള്ള ചെലവുകൾ വഹിക്കേണ്ടി വരും എന്നുള്ള, അല്ലെങ്കിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ലോകം മൊത്തം ഏകദേശം 2025 $2.887 ട്രില്യൺ മിലിറ്ററിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തത് എന്നാണ് പറയുന്നത്. ലോകം മൊത്തം ഗ്ലോബൽ മിലിറ്ററി എക്സ്പെൻഡിച്ചറാണ്. പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് തന്നെ ഈ കണക്കിലെടുക്കുന്നത് എല്ലാം 140 അല്ലെങ്കിൽ UN എല്ലാ രാജ്യങ്ങളുടെയും കണക്കായിരിക്കത്തില്ല. കാരണം അതിൽ ഒത്തിരി ഇമ്പോർട്ടൻ്റ് അല്ലാത്ത രാജ്യങ്ങളുണ്ട് ലോകത്ത് നമുക്ക്. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ തന്നെ ഉണ്ടല്ലോ. അമേരിക്ക മുതൽ ഇങ്ങോട്ട് അമേരിക്ക, റഷ്യ, ചൈന, ഇന്ത്യ, സൗദി അറേബ്യ, പാകിസ്ഥാൻ, ഇറ്റലി, ഫ്രാൻസ്, UK, ജർമ്മനി, ജപ്പാൻ, UAE, ടർക്കി, ഇതുപോലുള്ള രാജ്യങ്ങളുടെ കണക്കുകൾ എടുക്കുമ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ ആയിരിക്കും ഈ പറഞ്ഞ ഗ്ലോബൽ മിലിറ്ററി എക്സ്പെൻഡിച്ചർ $2.887 ട്രില്യൺ. ഏകദേശം ഒരു രാജ്യത്തിൻ്റെയൊക്കെ തന്നെ GDPക്ക് മുകളിലുണ്ട് ശരിക്കും പറഞ്ഞു. അപ്പൊ ഇത് ഈ 11 വർഷമായിട്ട് ഇത് ഒരു വർധനമാണ്. ഈ ലോക രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ മിലിറ്ററി, ഈ ഗ്ലോബൽ മിലിറ്ററി സ്പെൻഡിങ് നമ്മളെടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം എല്ലായിടവും ഇപ്പോൾ പ്രശ്നബാധിത പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ രാജ്യങ്ങളും, ഒട്ടുമിക്ക യൂറോപ്പിലെ രാജ്യങ്ങളായാലും ഏഷ്യയിലെ ജപ്പാനും ചൈനയും സൗത്ത് കൊറിയയും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളും ഒക്കെ തന്നെ തീർച്ചയായിട്ടും ഇന്ത്യ, പാകിസ്ഥാൻ മുതലായിട്ടുള്ള രാജ്യങ്ങളും റഷ്യ ഇതുപോലുള്ള രാജ്യങ്ങൾ, യുക്രൈൻ, ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ സൈന്യത്തിന് വേണ്ടിയുള്ള ചിലവുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലായിടവും യുദ്ധവും അല്ലെങ്കിൽ യുദ്ധത്തിന് സമാനമായിട്ടുള്ള അന്തരീക്ഷങ്ങളും നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും ഇനിയുള്ള വർഷങ്ങളിൽ. അപ്പോൾ അമേരിക്കയാണ് ഇപ്പം അതുപോലെ തന്നെ ഒന്നാമത്, രണ്ടാമത് ചൈനയാണ്, മൂന്നാമത് റഷ്യ, നാലാമത് ജർമ്മനി, ഇന്ത്യയാണ് അഞ്ചാമത്തെ. ഏകദേശം ഈ 5 രാജ്യങ്ങൾ ഒരുമിച്ച് 58%, മൊത്തം ലോകത്തിലെ മൊത്തം സൈന്യത്തിന് വേണ്ടി ചെലവഴിച്ചതിന്റെ 58% ഈ 5 രാജ്യങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ തീർച്ചയായിട്ടും ഇതിനകത്തിന്റെ അളവും വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാവുന്നുണ്ട്. ഏകദേശം $1.686 ട്രില്യൺ ഈ 5 രാജ്യങ്ങളുടെ കൂടി ചെലവഴിച്ചിട്ടുള്ളത്. 2025 കാര്യമാണ്. 58%, എന്നുവെച്ചാൽ പകുതിക്ക് മുകളിൽ ഈ 5 രാജ്യങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന രാജ്യങ്ങളെല്ലാം കൂടെ 42% മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ റിപ്പോർട്ട് നമ്മൾ റിപ്പോർട്ടിനകത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്തില് ഈ റീജിയനിൽ, പ്രത്യേകിച്ച് സൗത്ത് ഏഷ്യ റീജിയനിൽ ഇപ്പം നമുക്കറിയാം, ഒരു റീജിയനിൽ ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും സമീപത്തുള്ള രാജ്യങ്ങളൊക്കെ തന്നെ അവരുടെ മിലിറ്ററി സ്പെൻഡിങ് കൂട്ടുമെന്നുള്ള ഒരു സംശയമുള്ളതല്ല. ഇപ്പൊ ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം ഉണ്ടായി എന്ന് പറയുമ്പോൾ ഈ 2 രാജ്യങ്ങൾ മാത്രമായിരിക്കത്തില്ല, സമീപത്തുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ വരും കാലങ്ങളിൽ കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ സൗത്ത് ഏഷ്യൻ റീജിയനിൽ ഈ പറഞ്ഞ ഒരു കോൺഫ്ലിക്റ്റ്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിനകത്തിൽ നമുക്കറിയാം കോമ്പാക്ട് എയർക്രാഫ്റ്റ്, ഡ്രോൺസ്, മിസൈൽ ഇതൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യങ്ങളും ഫൈറ്റ് ചെയ്തത്. അപ്പൊ അത് ഈ റീജിയനിൽ, പ്രത്യേകിച്ച് ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ് ഇതുപോലുള്ള രാജ്യങ്ങളിലേക്ക് തന്നെ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യാൻ അത് കാരണമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. പാകിസ്ഥാൻ തന്നെ അവരുടെ മിലിറ്ററി എക്സ്പെൻഡിച്ചർ ഏകദേശം 11% ഉയർത്തി $11.9 ബില്യൺ ആക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് പ്രത്യേകിച്ച് നമുക്കറിയാം, പാകിസ്ഥാന്റെ ആയുധങ്ങളിൽ 80% മുകളിലും ചൈനയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അവർക്ക് ഇന്ത്യയിൽ നിന്ന് നല്ല പ്രഹരം കിട്ടിയത് കൊണ്ട് തീർച്ചയായിട്ടും വൻതോതിൽ അവർ ചൈനയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങി കൂട്ടുന്ന ഒരു അതിനെക്കുറിച്ചൊരു അത് പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് സ്കെയിലിൽ തന്നെ അവര് ആയുധവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയും അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഒട്ടും പുറകിലല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഈ രാജ്യങ്ങളൊക്കെ തന്നെ വൻതോതിൽ അവരുടെ ഡിഫൻസിന് വേണ്ടി അല്ലെങ്കിൽ സൈന്യത്തിന് വേണ്ടി ചിലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാഴ്ചയാണ്, അല്ലെങ്കിൽ എന്നുള്ള യാഥാർത്ഥ്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2024 സ്പെൻഡിങ്ങിൽ അതായത് ഗ്ലോബലി ഈ പറഞ്ഞ മിലിറ്ററിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തത് ഇപ്പം രാജ്യങ്ങളെല്ലാം മൊത്തമായിട്ട് GDPയുടെ 2.4% 2024 സ്പെൻഡ് ചെയ്തെങ്കിൽ 2.5% ആക്കിയത് 25 വർധനം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എല്ലാ രീതിയിലും വർധനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2009 ശേഷം ഏറ്റവും കൂടുതൽ വർധനവ് ഈ പറഞ്ഞ 2025 അതായത് ഗ്ലോബൽ GDPയുടെ 2.5% ഗ്ലോബൽ മിലിറ്ററി സ്പെൻഡിങ്ങിനായിട്ട് രാജ്യങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്.
ആവറേജ് മിലിറ്ററി സ്പെൻഡിങ് 6.9% ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ. എന്നുവെച്ചാൽ ഓരോ രാജ്യത്തിന്റെയും മിലിറ്ററി എക്സ്പെൻഡിച്ചർ എടുക്കുകയാണെങ്കിൽ അവരുടെ ടോട്ടൽ ഗവൺമെന്റ് സ്പെൻഡിങ്ങിന്റെ 6.9%. ആവറേജ് കണക്കാണ്, അത് കൃത്യമല്ലത്, മോർ ഓർ ലെസ്. അത് കഴിഞ്ഞ വർഷത്തിനേക്കാളും അല്പം കുറവാണ്. പക്ഷേ പെർ ക്യാപിറ്റ ഗ്ലോബൽ സ്പെൻഡിങ് $352 റീച്ച് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ പെർ ക്യാപിറ്റ ഗ്ലോബൽ സ്പെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബലി ഉള്ള ഗ്ലോബൽ പോപ്പുലേഷനെ നമ്മൾ ഈ പറഞ്ഞ ഗ്ലോബൽ മിലിറ്ററി സ്പെൻഡിങ്ങുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഒരു വ്യക്തിക്ക്, എന്നിട്ട് നമ്മളെപ്പോലുള്ള ഓരോ വ്യക്തികൾക്കും വേണ്ടി $352 മിലിറ്ററി സ്പെൻഡിങ്ങിനായിട്ട് ചെലവഴിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം എന്നാണ് കണക്കുകൾ പറയുന്നത്. അതുപോലെ തന്നെ ഈ പല റീജിയനിലെയും ട്രെൻഡുകൾ വ്യത്യസ്തമായിട്ടുള്ള കണക്കുകളാണ് പറയുന്നത്. യൂറോപ്പ് അവരുടെ, ഇപ്പം നമുക്കറിയാം യുക്രൈനായിട്ടുള്ള യുദ്ധം നിലനിൽക്കുന്നുണ്ട്, അവിടെ എല്ലാം ഭയങ്കരമായിട്ടുള്ള മിലിറ്ററി സ്പെൻഡിങ് അവരെല്ലാം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 14% അവരുടെ മിലിറ്ററി സ്പെൻഡിങ് വർദ്ധിപ്പിച്ച് $864 ബില്യൺ. യൂറോപ്പിലെ രാജ്യങ്ങൾ മൊത്തമാണ്, പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻ എന്നുള്ളൊരു കോൺസെപ്റ്റിലായിരിക്കും അത്. $864 ബില്യൺ ടോട്ടൽ എക്സ്പെൻഡിച്ചർ യൂറോപ്പിൽ. അപ്പോൾ അത് കഴിഞ്ഞ വർഷത്തിനേക്കാളും 14% ഉയർന്നിട്ടുണ്ട്. അപ്പോൾ കോൾഡ് വാറിന് ശേഷം ഏറ്റവും വലിയ ഒരു ഉയർച്ചയാണ് അല്ലെങ്കിൽ വർധനമാണ് യൂറോപ്പിൽ ഈ പറഞ്ഞ കാണുന്നത്. അത് റഷ്യ യുക്രൈൻ തമ്മിലുള്ള യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണത്. അത് നമുക്കറിയാം, ഈ നേറ്റോ രാജ്യങ്ങളെല്ലാം തന്നെ യുക്രൈനെ ആയുധങ്ങൾ കൊടുത്ത് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ രാജ്യങ്ങൾക്കൊക്കെ തന്നെ വൻതോതിലുള്ള വർധനവ് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ പറ്റത്തുള്ളൂ. റഷ്യയും യുക്രൈനും ഈ പറഞ്ഞ കഴിഞ്ഞ അവരുടെ 4 വർഷമായിട്ട് അവരുടെ മിലിറ്ററി സ്പെൻഡിങ്ങും ഉയർത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ റിപ്പോർട്ടിൽ പറഞ്ഞാണ് ഗ്ലോബലി ആംസ് ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ മറ്റേ ഇന്ത്യക്ക് 1ാം സ്ഥാനമൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന, പക്ഷേ ഇപ്പോൾ യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം, യുക്രൈൻ തുടങ്ങിയ ശേഷം ആ ഒരു സ്പോട്ടിലൊന്നും ഇല്ലാത്തൊരു രാജ്യമായിട്ടുള്ള യുക്രൈൻ അത് കരസ്ഥമാക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ആയുധം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായിട്ട് യുക്രൈൻ മാറിയിട്ടുണ്ട്. നേരത്തെ ഇന്ത്യ, സൗദി അറേബ്യ ഇതുപോലുള്ള രാജ്യങ്ങളായിരുന്നു മാറിയും പറഞ്ഞൊക്കെ തന്നെ എപ്പോഴും ഈ ടോപ്സ് നമ്പർ 1 സ്പോട്ട് ഓക്കുപ്പൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് യുക്രൈൻ ആയിട്ടുണ്ട്, കാരണം അവർ കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കുന്നു എന്നുള്ളൊരു കാരണമുണ്ട്. പക്ഷേ ഈ അമേരിക്കയിലെ മിലിറ്ററി സ്പെൻഡിങ് ഏകദേശം 7.5% കുറഞ്ഞു എന്നാണ് പറയുന്നത്. 2024 അപേക്ഷിച്ച് 2025 7.5% കുറഞ്ഞിട്ടുണ്ട്. അത് $954 ബില്യൺ അമേരിക്കയുടെ 2025 മിലിറ്ററി സ്പെൻഡിങ് ആണ്. ഇത് ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട്, സിപ്രി എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിന് കാരണമായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ അവർ ഇതിന്റെ എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്ന് അവർ പറയുന്നത്, യുക്രൈനുള്ള അമേരിക്കയിൽ നിന്നുള്ള മിലിറ്ററി സഹായങ്ങളൊക്കെ തന്നെ, പുതിയതായിട്ട് കൊടുക്കുന്ന സഹായങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ അതിന്റെ ഒരു അഭാവമാണ് എന്നാണ് ഇത് പറയുന്നത്. കഴിഞ്ഞ 3 വർഷം അമേരിക്ക വൻതോതിൽ യുക്രൈന് നല്ല സഹായങ്ങൾ കൊടുത്തിരുന്നു. കാരണം ഏകദേശം $127 ബില്യൺ സഹായത്തുള്ള മുൻ വർഷങ്ങളിൽ അമേരിക്ക യുക്രൈന് കൊടുക്കുന്നു. പക്ഷേ ഈ 2025 യുക്രൈന് കൊടുത്ത സഹായത്തിൽ പുതിയ മിലിറ്ററി എയ്ഡ് അല്ലെങ്കിൽ പാക്കേജ് ഒന്നും അമേരിക്ക യുക്രൈന് കൊടുത്തില്ല. അതിന്റെ ഫലമായിട്ടാണ് അമേരിക്കയുടെ ടോട്ടൽ മിലിറ്ററി സ്പെൻഡിങ്ങിനകത്തിൽ ഒരു കുറവുണ്ടായിട്ടുണ്ട് എന്ന് ഈ പറഞ്ഞ റിപ്പോർട്ട് കാണിക്കുന്നു. അതുപോലെ ഏഷ്യ ഓഷ്യാനിയ റീജിയനിലൊക്കെ തന്നെ 8.1% മിലിറ്ററി എക്സ്പെൻഡിച്ചറിന്റെ റൈസ് ഉണ്ടായിട്ടുണ്ട്, വർധന ഉണ്ടായിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഏഷ്യ ഓഷ്യാനിയ, ജപ്പാൻ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, സൗത്ത് കൊറിയ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ $681 ബില്യൺ എക്സ്പെൻഡിച്ചറിലേക്ക് അത് ഉയർന്നിട്ടുണ്ട്. 2009 ശേഷം രേഖപ്പെടുത്തുന്ന ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. അതുപോലെ തന്നെ ചൈനയാണ് രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ സൈനിക ചെലവുള്ള രാജ്യം. അവരുടെ മിലിറ്ററി ബജറ്റ് 7.4% ഉയർത്തി $336 ബില്യൺ അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് 31 വർഷത്തെ ആ ഒരു യാത്ര എന്ന് വെച്ചാൽ കഴിഞ്ഞ 31 വർഷമായിട്ട് അത് അവരുടെ മിലിറ്ററി എക്സ്പെൻഡിച്ചർ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ ഒരു ലോങ് ടൈം ദീർഘകാലത്തെ ഒരു വിഷനാണ് അവരുടെ മിലിറ്ററിയെ മോഡേണൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന്റെ ഫലമായിട്ട് ചൈന എല്ലാ വർഷവും അവരുടെ മിലിറ്ററി എക്സ്പെൻഡിച്ചർ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അമേരിക്കയുടെ ഒരു പകുതി പോലും ഇതുവരെ ചൈനയ്ക്ക് സ്പെൻഡ് ചെയ്യാൻ ആയിട്ടില്ല. എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ കഴിഞ്ഞ വർഷത്തെ $954 ബില്യൺ ആയിരുന്നു. അപ്പോൾ 900-ന്റെ തന്നെ പകുതി 450 വരും. പക്ഷെ അതിലും താഴെയുള്ള ചൈനയുടെ $336 ബില്യൺ. അപ്പോൾ 2ാം സ്ഥാനത്തിരിക്കുന്ന ചൈനയ്ക്ക് അമേരിക്കയുടെ പകുതി പോലും മിലിറ്ററി എക്സ്പെൻഡിച്ചർ ആയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഈ പറഞ്ഞ ഈ സിപ്രിയുടെ കണക്കനുസരിച്ചിട്ട് ഈ പറഞ്ഞ ചൈനയിലൊക്കെ തന്നെ
വൻതോതിലുള്ള ആന്റി കറപ്ഷൻ ക്യാമ്പയിനും ഒക്കെ തന്നെ അവരുടെ മിലിറ്ററിയിലും ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നിട്ട് തന്നെ അവരുടെ മിലിറ്ററി സ്പെൻഡിങ്ങിനകത്തിൽ പ്രത്യേകിച്ച് കുറവൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. വെസ്റ്റ് ഏഷ്യയിലെ പൊതുവെ വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അവിടെ ഈ കോൺഫ്ലിക്റ്റ് ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഓവറോൾ നമ്മുടെ ഗ്ലോബൽ മിലിറ്ററി സ്പെൻഡിങ് 3% 2025 വർദ്ധിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ യൂറോപ്പിലെയും ഏഷ്യയിലെയൊക്കെ തന്നെ മിലിറ്ററി സ്പെൻഡിങ്ങിന്റെ വർധനമാണ് കാരണം. നമുക്കറിയാം ലോകത്ത് പലയിടത്തും പ്രത്യേകിച്ച് യുക്രൈൻ റഷ്യ വാറ് എന്ന് പറയുന്നത് യൂറോപ്പിലേക്കും വേണമെങ്കിൽ വാർ സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിന് പൊട്ടൻഷ്യൽ ഉള്ളതാണ്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ കോൺഫ്ലിക്റ്റും എസ്കലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ വിഷയങ്ങളും ഏത് സമയത്തും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഇടമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ എന്താ പറയുന്നത്, ഈ കോൺഫ്ലിക്ട് സോൺസ്, പൊട്ടൻഷ്യൽ കോൺഫ്ലിക്ട് സോൺസ് പലയിടത്തും ഉള്ളത് കൊണ്ട് അത് നമുക്കറിയാം. ആഫ്രിക്കൻ, സുഡാൻ, സൊമാലിയ ഇതുപോലുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ, യമൻ, മിഡിൽ ഈസ്റ്റ്, വെസ്റ്റ് ഏഷ്യ, ഇവിടെയൊക്കെ തന്നെ ഈ പ്രശ്നങ്ങൾ കോൺഫ്ലിക്ട് സോൺസ് അല്ലെങ്കിൽ ഫ്ലാഷ് പോയിന്റ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ രാജ്യങ്ങളും ഈ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ രാജ്യങ്ങളെയും മിലിറ്ററി എക്സ്പെൻഡിച്ചേഴ്സ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും 2025 പൊതുവെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം കഴിഞ്ഞ വർഷത്തിനേക്കാളിലും കൂടുതൽ മിലിറ്ററിക്ക് വേണ്ടി രാജ്യങ്ങളെല്ലാം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ അതിനകത്തിൽ 5ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഈ ഒരു മിലിറ്ററി എക്സ്പെൻഡിച്ചറിന്റെ വർധനവ് നമുക്ക് തീർച്ചയായിട്ടും ഇനിയും വരുന്ന വർഷങ്ങളിൽ കൂട്ടേണ്ടി വരും, വർദ്ധിപ്പിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏകദേശം നമ്മൾ 92.1 ബില്യൺ ഡോളർ ആയിട്ടുണ്ട്. ഒരു പക്ഷേ $100 ബില്യൺ സ്പെൻഡിങ്ങിലേക്ക് നമ്മൾ അടുത്ത വർഷം ഈ 2026 നമ്മൾ ഒരുപക്ഷെ സൈന്യത്തിന് വേണ്ടി ചിലവഴിക്കുന്ന രാജ്യമായിട്ട്, അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചൊരു ലാൻഡ്മാർക്കാണ്. തീർച്ചയായിട്ടും $100 ബില്യൺ ഇന്ത്യൻ മിലിറ്ററിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയ്ക്ക് ശരിക്കും പറഞ്ഞാൽ പവർഫുൾ ആയിട്ടുള്ള മിലിറ്ററി ആയിട്ടാണ് നമ്മളെ കൺസിഡർ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ പവർഫുൾ മിലിറ്ററി തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഈ പറഞ്ഞ സൈനികപരമായിട്ടുള്ള ഈ മിലിറ്ററി എക്സ്പെൻഡിച്ചേഴ്സിനെ കുറിച്ചും ഇന്ത്യയുടെ പൊസിഷനെ കുറിച്ചും ഒക്കെ നമുക്ക് തൽക്കാലം നമുക്ക് ഷെയർ ചെയ്യാനുള്ളൊരു ചില കാര്യങ്ങളും ഇൻഫർമേഷനും. അപ്പോൾ ഇത്രയും പറഞ്ഞ് നമുക്ക് ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.